നമസ്കാരം, 140 ന്യൂസിലേക്ക് സ്വാഗതം. ഡിവൈഎഫ്ഐക്ക് പുതിയ നേതൃത്വം. ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി ചിന്ത ജെറോമിനെയും സംസ്ഥാന സെക്രട്ടറിയായി എം വിജിൻ MLA തിരഞ്ഞെടുത്തു. തൃശൂരിൽ നടക്കുന്ന 16ാമത് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീമാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. ആലപ്പുഴയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് R രാഹുലാണ് ട്രഷറർ. ആര്യ രാജേന്ദ്രനെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റിയിൽ 92 അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 25 അംഗങ്ങളും ഉൾപ്പെടുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഡിവൈഎഫ്ഐ പ്രസിഡന്റായി വനിതയെത്തുന്നത്. R ശ്യാമ, V അനൂപ്, മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ. ഗ്രീഷ്മ അജയ് ഘോഷ് ആണ് ജോയിന്റ് സെക്രട്ടറി. അർജുൻ ആയങ്കിക്ക് ജാമ്യം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കിക്ക് ജാമ്യം. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് തലശ്ശേരി CJM കോടതി ജാമ്യം അനുവദിച്ചത്. എന്നാൽ മറ്റ് കേസുകളിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ അർജുൻ ആയങ്കി ജയിലിൽ തുടരും. ഇതിനിടെ അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയതോടെ കരുതൽ തടങ്കലിലാക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. തലശ്ശേരി സബ് ജയിലിൽ കഴിയുന്ന അർജുൻ ആയങ്കിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കാപ്പ നോട്ടീസും ഇന്ന് കൈമാറും. ഇന്നലെയാണ് അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തിയത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശയും കേസ് ഹിസ്റ്ററി റിപ്പോർട്ടും ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് അംഗീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 7 വർഷത്തിനിടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ ആയങ്കി സമൂഹത്തിന് വലിയ ഭീഷണിയാണെന്ന് കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. PSC ക്രമക്കേടിൽ സെക്രട്ടറിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി ഗവർണർ. പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ PSC സെക്രട്ടറിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി വിശദീകരണം തേടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSC ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണെന്ന് ഗവർണർ സെക്രട്ടറിയോട് ചോദിച്ചറിഞ്ഞു. അന്വേഷണത്തിന്റെ പുരോഗതിയും ഗവർണർ വിലയിരുത്തി. അന്വേഷണമായി PSC പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് സെക്രട്ടറി അറിയിച്ചു. ഭരണഘടനാ സ്ഥാപനമായ PSCയിലെ ഉദ്യോഗസ്ഥനെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തിയത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചേക്കും. ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്താൻ തനിക്ക് അധികാരമുണ്ടെന്ന നിലപാടിലാണ് ഗവർണർ. സർക്കാർ ആശുപത്രികളിൽ വൻ മാറ്റം വരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വൻ മാറ്റം വരുന്നു. ജില്ലാ ജനറൽ ആശുപത്രികളിൽ ഇനി മുതൽ 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് സേവനം ഉണ്ടാകും. രോഗികൾക്ക് സാമ്പത്തിക നഷ്ടവും ഒഴിവാക്കാനും മെഡിക്കൽ കോളേജുകളിലേക്കുള്ള അനാവശ്യ റെഫറലുകൾ തടയുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സർജറി, ഓർത്തോ, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക് വിഭാഗങ്ങളിലെ വിദഗ്ധരുടെ സേവനം മുഴുവൻ സമയവും സാധാരണ OP വിഭാഗത്തിന് ശേഷവും രാത്രിയും ഒരു സ്പെഷ്യലിസ്റ്റ് സേവനത്തിന് ഉണ്ടാകും. 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൂർണ്ണമായി പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഊഞ്ഞാലാടി ഓണം ആഘോഷിച്ച് ED ആക്രമണ കേസിലെ പ്രതികൾ. സ്റ്റേഷനിൽ ഒപ്പിടേണ്ട ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ച് ED ആക്രമിച്ച കേസിലെ പ്രതികൾ. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സംഭവം. ഓണാഘോഷത്തിനെത്തിയ പോലീസുകാരുടെ അതേ നിറത്തിലുള്ള ഷർട്ട് ധരിച്ചെത്തിയാണ് ED കേസ് പ്രതികളും ഓണം ആഘോഷിച്ചത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഊഞ്ഞാലാടുന്ന റീൽ ചിത്രീകരിക്കുകയായിരുന്നു. റീലിന് ശേഷം ഊഞ്ഞാൽ അഴിച്ചുമാറ്റി. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു.